പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 7-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട്, ശ്രേഷ്ഠകരമായിട്ട്, അതിശയകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി. അവൻ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞു. അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞ സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞു. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്തേ. അല്പസമയം കൊണ്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എന്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. സങ്കീർത്തനം 89:1 പറയുക, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എന്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറയാം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് നാം തന്ന എല്ലാ ഉപകാരങ്ങൾക്കും, നടത്തിയ വിധങ്ങൾക്കും, പരിപാലിച്ച വിധങ്ങൾക്കും ഒക്കെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും കണ്ണു കാണിച്ചാട്ടെ. പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ, നന്ദി കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. തിരുമുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് കൈവിടത്തില്ല, അവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കും. അതൊക്കെ തിരുവഴുത്താകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവരുടെ ശരീരത്തിൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. അവരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തിനകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലായിടത്തും ഈ മാസം സ്വസ്ഥത അനുഭവിക്കട്ടെ. ശരീരത്തിന് സ്വസ്ഥതയുണ്ടാകട്ടെ, മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. ഭവനത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ, അവരുടെ ജോലി സ്ഥലത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. എല്ലായിടത്തും വലിയ ദൈവിക സ്വസ്ഥത അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാട് നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മഹിമ ഇന്നത്തെ സഭായോഗങ്ങളിലൂടെ ലോകവ്യാപകമായി വെളിപ്പെടുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ പകർച്ചകൾ ഇന്ന് നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ വലിയ നിറവുകൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തെമ്പാടും അനേക സുവിശേഷകന്മാർ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അഭിഷേകത്തോട് അനേകർ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രയനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ നിങ്ങളെ ഈ പകൽക്കാലം കർത്താവ് പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന, നമ്മൾ ഈ മാസം ഡിവൈൻ റെസ്റ്റാണ്, ദൈവിക സ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ദൈവിക നീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സൗജന്യമായി നീതീകരണം ലഭിച്ച, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, ആമേൻ, നമ്മുടെ പാപം യേശുക്രിസ്തുവിന്റെ മേൽ വെച്ചിട്ട് നമുക്ക് എന്തിൽ തന്നു? നീതീകരണം തന്നു. അത് സൗജന്യമാണ്, അത് പ്രവൃത്തിയാലല്ല, നേർച്ച കാഴ്ചകളാലല്ല, ആമേൻ, നാം എന്തെങ്കിലും ചെയ്തു സ്വീകരിച്ച നീതീകരണമല്ല. കർത്താവായ യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച നീതീകരണമാണ്. ആ നീതീകരണത്തിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ, നീതിമാന്റെ കൂടാരം അനുഗ്രഹിക്കപ്പെടും. ഇന്നലെ നമ്മൾ വായിച്ചു, നീതിമാന്റെ കൂടാരം അനുഗ്രഹിക്കപ്പെടും. ആ കൂടാരത്തിനകത്തു ദൈവിക നന്മകൾ കൊണ്ട് നിറയും എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ ധ്യാനിച്ചു. കഴിയുമെങ്കിൽ കഴിഞ്ഞ 3 ദിവസം 4 ദിവസമായിട്ടുള്ള മെസ്സേജുകൾ വീണ്ടും കേൾക്കുക. ഇന്ന്
യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായത്തിൽ പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അപ്പൊ നമുക്ക് വിരോധമായി ആരായുധം ഉണ്ടാക്കുന്ന? ശത്രുവാണ്. അപ്പൊ ശത്രു എന്തൊക്കെ ആയുധങ്ങൾ നമുക്ക് വിരോധമായി, വേറൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളെ വേദനിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ഒരായുധവും വിജയിക്കത്തില്ല. അപ്പം ശത്രു ആയുധം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ല, നമ്മളെ വേദനിപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ എന്തൊക്കെ ആയുധങ്ങൾ ശത്രു നമുക്ക് എതിരായി ഉണ്ടാക്കിയാലും തിരുവെഴുത്ത് പറയുന്നു അത് വിജയിക്കത്തില്ല. സ്തോത്രം. കൈ ഉയർത്തി പറഞ്ഞാട്ടെ, അത് വിജയിക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, അത് വിജയിക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, ശത്രു എന്നെ വേദനിപ്പിക്കുവാൻ ഉണ്ടാക്കുന്ന ഒരായുധങ്ങളും വിജയിപ്പിക്കത്തില്ല. കാരണം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചുറ്റും പരിചയമായിരിക്കും. അതായത് നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ചുറ്റും ദൈവമാണ് പരിചയമായി നിൽക്കുന്നത്. ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ അങ്ങാ എന്റെ മറവിടം, അല്ലെങ്കിൽ ഞാൻ മറഞ്ഞിരിക്കുന്നത് അങ്ങില്. അപ്പൊ ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവൻ ശത്രു എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കിയാലും അതെന്താകത്തില്ല, അത് ഫലിക്കുകയില്ല. അത് നമ്മുടെ ഒരു ഉറപ്പായിരിക്കും. അപ്പൊ ആയുധം കാണുമ്പോൾ, ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കാണുമ്പോൾ, ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറക്കെ ഡിക്ലെയർ ചെയ്യണം, ഇത് ഫലിക്കത്തില്ല. കാരണം ഞാൻ ക്രിസ്തുയേശുവിലായിരിക്കും കൊണ്ട്, ദൈവിക നീതി എന്റെ മേലുള്ളത് കൊണ്ട് എന്നോട് കർത്താവ് പറഞ്ഞു, ഇതൊന്നും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ഇതൊന്നും എന്റെ ജീവിതത്തിൽ ദോഷമായി വരികയില്ല, ഇതൊന്നും എനിക്ക് തിന്മയ്ക്കായി തീരുകയില്ല എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അവിടെയാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടു, അയ്യോ എന്തായിത്തീരും, എങ്ങനായിത്തീരും എന്ന് ആകുലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് സമാധാനമില്ല. എന്നാൽ നമുക്ക് ദൈവം തന്ന സ്വസ്ഥതയാണ്. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നീതി തന്നു. ആമേൻ, ആമേൻ. യേശുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. അന്നേരം നമ്മൾ ഇനി ഡിക്ലെയർ ചെയ്യേണ്ട എന്തുവാ? യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നോ ചാൻസ്, ഫലിക്കത്തില്ല എന്ന് വിശ്വസിക്കണം, എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. ആയുധങ്ങൾ ശത്രു ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ശത്രുവിന്റെ ആയുധങ്ങളെ കാണുമ്പോൾ പേടിക്കരുത്. എന്നാ പറയണം? രോഗം കാണുമ്പോൾ ഭയപ്പെടരുത്. മറ്റ് പലതരത്തിലുള്ള പിശാച് പദ്ധതികൾ ഒരുക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ ഇതൊന്നും ഫലിക്കുകയില്ല, ഇതൊന്നും എന്റെ അടുക്ക വിജയിക്കത്തില്ല, കാരണം കർത്താവ് എനിക്ക് പരിചയമാകുന്നു എന്ന് നമ്മൾ ധൈര്യമായിട്ട് പറയണം. അവിടെയാണ് നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നത്. 2, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എന്നിട്ട് പറയാ, യഹോവയുടെ ദാസന്മാരുടെ അധികാരവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ. ഈ യെശയ്യാ 53 യഹോവയുടെ ദാസൻ, അതായത് യേശു ക്രിസ്തു താഴ്മ ധരിച്ചു, ആമേൻ, ക്രൂശ് മരണം സഹിച്ചു, മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം പിന്നെല്ലാം ദാസന്മാരായി, അതായത് അതിനുശേഷം കളക്റ്റീവായിട്ടാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ ശരീരമായി, അതാണ് നമ്മളെല്ലാം ദാസന്മാരായി, നമ്മളെല്ലാം പുത്രന്മാരായി, നമ്മളെല്ലാം മക്കളായി മാറി. അതുകൊണ്ട് ഇന്ന് ശത്രുവിന്റെ ഒരായുധവും നമുക്ക് നേരെ ഫലിക്കത്തില്ല. ഇന്ന് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു വിശ്വസിക്കണം. ശത്രുവിന്റെ ഒരായുധവും എനിക്കെതിരെ ഉണ്ടാക്കുന്നത് ഫലിക്കുകയില്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുകയും ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം. ഒരു കാര്യം എല്ലാവരും ചെയ്താട്ടെ, നിങ്ങളുടെ കൈകളെ ഉയർത്തിയാട്ടെ. എല്ലാവരും ഉറക്കെ പറയും, എനിക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന, എന്നെ വേദനിപ്പിക്കുവാൻ, എന്നെ തകർക്കുവാൻ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും എന്റെ മേലോ എന്റെ കുടുംബത്തിന്മേലോ ഫലിക്കുകയില്ല. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. യഹോവ എനിക്ക് ചുറ്റും പരിചയമാകുന്നു, ദൈവിക നീതിയിൽ ഞാൻ ആയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ട് ഇത് തന്നെ ഏറ്റുപറയുക കേട്ടോ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.